എന്തിനു പഠിക്കാൻ വരുവാടാ നീ? എടുക്കട്ടെ കണക്കിന്റെ ബുക്ക് എടുത്തു. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുത്ത്. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുക്കാൻ. പറ, ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. അത് പറഞ്ഞു വച്ച സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണേ. അതിന് സാറിനെ പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പിലോ? പോലീസുകാരല്ലേ? പോർച്ചുഗീസുകാർ. അതെനിക്കറിയില്ല. കപ്പയും കൊണ്ട് പുഴുങ്ങി തട്ട് പായി കയറി കിടക്കാനാണോ അവര് വന്നത്? അതോടാ അങ്ങനെ പായി കപ്പലിൽ. ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര് പറ? അതെന്ത് പറ? ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പോ സാർ അതിലെ വരുന്ന അങ്ങനെ അയ്യോ സാറോ അയ്യോ സാറോ? വിക്രം സാരാഭായ്. സാരാഭായ്. ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. അടുത്തത്, താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിന്താസ്. പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഉത്തരം ശരിയായിട്ടില്ല. ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 ഉണ്ട്. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 എണ്ണമെങ്കിലും നീ ഒന്ന് പറയുന്നു. കറക്റ്റ് പറ. അനന്ത് പറ. ചൈനയിലെ വെഞ്ചരൽ വൻപയർ. ചീത്തയാണത്. ഞാൻ മതിലെന്നാ പറഞ്ഞേ. മതിലെന്നാണ് പറഞ്ഞത്. ചൈനയുടെ വൻമതിൽ. തെറ്റിക്കരുത്. രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതങ്ങനെ പറഞ്ഞേ. കുട്ടപ്പനാര്? കുട്ടപ്പൻ നിന്റെ കുട്ടാപ്പൻ. ചരിഞ്ഞിരിക്കുന്ന പിസയിലോ ബർഗർ? അത് തിന്നുവാ. എടാ, അതിന്റെ പേരെന്താന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയില്ല. സാറെന്ന് പറഞ്ഞു. വലത് ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? കുഴപ്പമില്ല. എന്താ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാ ടീച്ചർ. പിന്നീട് നോക്കാം. ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്ത്. അവിടെ ചീറ്റ് ഇട്ടിട്ടില്ല സാറേ. കൂടുതൽ അവിടെ കിട്ടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിൽ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ പോയി എവിടെ ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തുറക്കോ? അതൊക്കെ വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമില്ലയോ? ഇറങ്ങി വേടാ. സാറേ, ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു വർഷം സാർ ഇങ്ങോട്ടോ. എന്തായാലും നല്ലത് ഞാൻ ആവശ്യക്കാരനായിപ്പോലെ ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന എവിടെ? ലക്കട. ലക്കട എന്നാടാ? ലക്കടി. ഞാൻ ആരെ എഴുതി പോളിന്ന് വിളിക്കുന്നത്. ഞങ്ങളമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്. ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാറുണ്ടോ? സാറേ, എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് സംശയം ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോ ഡ ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തൻ വീട്. മറക്കാൻ എഴുതിയതാണ്. ചേട്ടാ, അത് എന്റെ വീട്ടുപേരാണ്. വാസ്കോ ഡ ഗാമയുടെ വീട്ടുപേരാ എന്തുവന്ന്? എന്തിനു വരുവാണ് നീക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഹിസ്റ്ററിയുടെ പുസ്തകം മടക്കി വെക്കും. ബയോളജിയുടെ പുസ്തകം. അടുത്ത കോള്. ബയോളജി എന്നാൽ ജീവശാസ്ത്രം, അറിയാം? അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആനന്ദ് വരച്ചോണ്ട് ഒന്ന് കാണിച്ചു. ശരിയാകുന്നു. കൈ കൊണ്ട് നീട്ടി. കൈ നീട്ടാം. എന്തിനാണെന്നറിയാമോ? ഇല്ല. കൊച്ചമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിന്റെ പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ കൊച്ചിൻ കലീബയുടെ പടം വരച്ചു. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാൻ വിടുന്നുണ്ട് കേട്ടോ. ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫിസിക്സിന്റെ പുസ്തകം
ഫിസിക്സിന് ആ. ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ആ. ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. എന്തു പറയും? എന്തോ പറയാനാ സാർ ഇങ്ങനെ പോകുന്നു. എടാ, ഫിസിക്സ് ഞാൻ പറയുമോ? സാറ് പറഞ്ഞാ മതി, പിന്നെ ഞാൻ പറഞ്ഞതേ കാണത്തുള്ളൂ. എനിക്ക് നിങ്ങൾ ഇതുപോലെ പറ്റിയ എന്തോ പ്രശ്നം എന്നറിയാം. ഞാൻ ഏതാണ്ട് പറഞ്ഞത്. അതെന്തോയെ? പിന്നെ ഗ്രാവിറ്റി എന്നാൽ എന്ത്? അങ്ങനെ എഴുന്നേറ്റ് പറ. മൂന്നാറ് അതിൽ ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏവിറ്റി. എടാ, അത് ഏവിറ്റി കഴിയില്ല. പിന്നെന്ത് ചോദിച്ചേ? ഗ്രാവിറ്റി എഴുന്നേറ്റ് പറ. ഗ്രാവിറ്റി എഴുന്നേറ്റ് പറ. ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു. ഡൽഹിയിലേക്ക്? കേന്ദ്രത്തിലേക്ക്. അപ്പൊ ശരിയായ ഗ്രാവിറ്റി എന്ന് പറയുന്നു. അത് ഫില്ലാക്കത്. അതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ആ, ഇരിക്കവിടെ. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാക്കണം. അപ്പൊ ഇനി ഇത്രയും മതി. സ്റ്റാൻഡപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, സിറ്റ് ഡൗൺ. നമുക്ക് കുറച്ചു നേരം ഈ പഠിത്തമൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടമൊക്കെ അറിയോ? ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ്. ആ കുറച്ചൊക്കെ വരയ്ക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് അനന്തു ഒരു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ച് വിഷയം പറ. വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും. ആ, അത് വരയ്ക്കും. ഒരു ഭയങ്കര മഴയുള്ള സമയമാണ്. അല്ലേ? പെട്ടെന്ന് നിന്നെ കിടത്തി ഉറക്കിമല്ലേ കവിൾത്തടങ്ങൾ സുലഭമായാൽ സൂര്യകാന്തികൾ. വരച്ചോ? ആ, ചൂണ്ടയിടുന്നേ, മീനെ പിടിക്കുന്ന ചൂണ്ടയിടുന്നത്. ചൂടല്ലേ മനുഷ്യനെന്തേ ഈ മഴയത്ത് അയാൾ അവിടെ ഇരിക്കും. വള്ളപ്പനെ പോയിരിപ്പുണ്ട്. ദൈവത്തെ എന്തുകൊണ്ടാ ഈ വരച്ചു നോക്ക്? എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ വരച്ച പുള്ളിക്ക് പനി. പോയി നിന്നെ നന്നാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ വേണം. ഒരു പാവപ്പെട്ട കൃഷിക്കാരന്റെ വീട് പെട്ടെന്ന് തുടയ്ക്കും. സമയമില്ല, വെള്ളടിക്കാറായി. പാവം പിടിച്ചോന്റെ പാവം പിടിച്ച വീട്ടുകാർ. അതവൻ വരച്ചോട്ടെ. നീ അവിടെ ഇരിക്കാൻ എന്നോട് പറഞ്ഞ നീ വരച്ചോ. വരച്ചോ മോനെ. എന്തുവാ വീടെന്തേ? സാറെ പാവപ്പെട്ടോണ്ട് വീടില്ലയോ? ലൈഫ് ലൈനിൽ നിന്ന് കിട്ടിയതാ. ഒരു ഗഡുവേ കിട്ടിയുള്ളൂ. ബേസ്മെന്റ് കെട്ടാനേ കിട്ടിയോ? സാറേ, പാവം പിടിച്ചവന്റെ വീട് ബുദ്ധിമുട്ട് സാറിന് അറിയാത്തോണ്ടാ. തല കെട്ടി എത്ര നാൾ കിടക്കുന്നറിയാം. എന്തുവാടാ? പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ്. ദുഃഖ വാർത്തയോ? 16-ാം തീയതി ഞാൻ വിരമിക്കാൻ പോകും. സാറ് പറഞ്ഞതൊക്കെ മനസ്സിലായി. ഇല്ല. 16-ാം തീയതി സാറ് മരിക്കാൻ പോവാണ്. എന്നാ വല്ല അങ്ങനാണെങ്കിലുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് റീത്ത വെക്കണം. റീത്ത അപ്പുറത്തെ ക്ലാസ്സില് പൂ വെച്ച് ഉണ്ടാക്കി വെക്കത്തില്ലോടാ? ആണോ? വെക്കണോടാ. നമ്മളെ പഠിപ്പിച്ച സാറില്ലോടാ. എന്തുകൊണ്ടാ പറയുന്നത്? സാറ് മരിക്കാൻ പോകുന്നു. ഞാൻ മരിക്കാൻ പോവാന്നാണ് പറഞ്ഞത്. ഞാൻ വിരമിക്കാൻ പോവാണെന്ന്. വിരമിക്കാൻ പോവാന്ന്. എന്തുവാണ് അത് പറഞ്ഞപ്പോൾ മനസ്സിലാകത്തില്ല. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ, നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കും. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ? ആയിഷത്തിനോടെ സാധനം വേണം. ആ ഇവിടെ കൂടാ തെറിച്ചു പോയെ വിളിക്കാൻ പോകുന്നു. സാർ എന്താ ഇവിടെ ഇങ്ങനെ എന്താ ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലേ?